ബംഗാൾ വിഭജനം റദ്ദു ചെയ്ത വർഷം 1911. ബംഗാൾ വിഭജനം റദ്ദു ചെയ്ത വർഷം 1911. ബംഗാൾ വിഭജനം റദ്ദു ചെയ്ത വർഷം 1911. ഭാരതീയ റിസർവ് ബാങ്കിനെ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ഭാരതീയ റിസർവ് ബാങ്കിനെ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് 1949. ഭാരതീയ റിസർവ് ബാങ്കിനെ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് 1949. ആഫ്രോ ഏഷ്യൻ രാജ്യങ്ങൾ തമ്മിൽ ഐക്യത്തിന് വേണ്ടി സമ്മേളനം നടന്ന സ്ഥലം എവിടെ? ആഫ്രോ ഏഷ്യൻ രാജ്യങ്ങൾ തമ്മിൽ ഐക്യത്തിന് വേണ്ടി സമ്മേളനം നടന്ന സ്ഥലം എവിടെ? ബന്ദൂങ്. ആഫ്രോ ഏഷ്യൻ രാജ്യങ്ങൾ തമ്മിൽ ഐക്യത്തിന് വേണ്ടി സമ്മേളനം നടന്ന സ്ഥലം എവിടെ? ബന്ദൂങ്. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആര്? ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആര്? രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആര്? രാജേന്ദ്ര പ്രസാദ്. 1948 ആറ്റോമിക് എനർജി കമ്മീഷന്റെ അധ്യക്ഷൻ ആര്? ഹോമി ജെ ബാബ. 1948 ആറ്റോമിക് എനർജി കമ്മീഷന്റെ അധ്യക്ഷൻ ആര്? ഹോമി ജെ ബാബ. 1948 ആറ്റോമിക് എനർജി കമ്മീഷന്റെ അധ്യക്ഷൻ ആര്? ഹോമി ജെ ബാബ. ആദ്യത്തെ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയിൽ പ്രഥമ പരിഗണന ലഭിച്ചത് എന്തിനായിരുന്നു? ആദ്യത്തെ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയിൽ പ്രഥമ പരിഗണന ലഭിച്ചത് എന്തിനായിരുന്നു? കൃഷി. ആദ്യത്തെ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയിൽ പ്രഥമ പരിഗണന ലഭിച്ചത് എന്തിനായിരുന്നു? കൃഷി. ഇന്ത്യൻ മൗലികാവകാശത്തിൽ ഉൾപ്പെടാത്തത്. ഇന്ത്യൻ മൗലികാവകാശത്തിൽ ഉൾപ്പെടാത്തത്. സ്വത്തിനുള്ള അവകാശം. ഇന്ത്യൻ മൗലികാവകാശത്തിൽ ഉൾപ്പെടാത്തത്. സ്വത്തിനുള്ള അവകാശം. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യൻ ലോകസഭയിൽ ആദ്യ പ്രതിപക്ഷ നേതാവ്. ഇന്ത്യൻ ലോകസഭയിൽ ആദ്യ പ്രതിപക്ഷ നേതാവ് എ കെ ഗോപാലൻ. ഇന്ത്യൻ ലോക്സഭയിൽ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് എ കെ ഗോപാലൻ. ഇന്ത്യൻ ലോക്സഭയിലെ ആദ്യ പ്രതിപക്ഷ നേതാവ് എ കെ ഗോപാലൻ. 2013 ജനുവരി കേരളത്തിൽ പ്രതിപക്ഷ നേതാവ് ആരായിരുന്നു? 2013 ജനുവരി കേരളത്തിൽ പ്രതിപക്ഷ നേതാവ് ആരായിരുന്നു? വി എസ് അച്യുതാനന്ദൻ. 2013 ജനുവരി കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ആര്? വി എസ് അച്യുതാനന്ദൻ. നർമ്മദ ബച്ചാവോ ആന്തോളൻ സമരത്തിന് നേതൃത്വം നൽകിയത്. നർമ്മദ ബച്ചാവോ ആന്തോളൻ സമരത്തിന് നേതൃത്വം നൽകിയത് മേധാ പട്കർ. നർമ്മദ ബച്ചാവോ ആന്തോളൻ സമരത്തിന് നേതൃത്വം നൽകിയത് മേധാ പട്കർ. അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ സംഘടന. അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ സംഘടന ആംനസ്റ്റി ഇന്റർനാഷണൽ. അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ സംഘടന ആംനസ്റ്റി ഇന്റർനാഷണൽ. ഏഷ്യൻ ഗെയിംസിന്റെ പിതാവ്. ഏഷ്യൻ ഗെയിംസിന്റെ പിതാവ് ഗുരുദത്ത് സോദി. ഏഷ്യൻ ഗെയിംസിന്റെ പിതാവ് ഗുരുദത്ത് സോദി. ഏഷ്യൻ ഗെയിംസിന്റെ പിതാവ് ഗുരുദത്ത് സോദി. കേരളത്തിലെ പ്രഥമ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. കേരളത്തിലെ പ്രഥമ മുഖ്യ വിവരാവകാശ കമ്മീഷണർ പാലാട്ട് മോഹൻദാസ്. കേരളത്തിലെ പ്രഥമ മുഖ്യ വിവരാവകാശ കമ്മീഷണർ പാലാട്ട് മോഹൻദാസ്. ആധുനിക തിരുവിതാംകൂറിൻ്റെ മാഗ്ന കർട്ട എന്നറിയപ്പെടുന്നത്. ആധുനിക തിരുവിതാംകൂറിൻ്റെ മാഗ്ന കർട്ട എന്നറിയപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരം. ആധുനിക തിരുവിതാംകൂറിൻ്റെ മാഗ്ന കർട്ട എന്നറിയപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരം. കൊണാർക്കിലെ സൂര്യക്ഷേത്രം നിർമ്മിച്ച രാജാവ്. കൊണാർക്കിലെ സൂര്യക്ഷേത്രം നിർമ്മിച്ച രാജാവ് നരസിംഹദേവൻ. കൊണാർക്കിലെ സൂര്യക്ഷേത്രം നിർമ്മിച്ച രാജാവ് നരസിംഹദേവൻ. ജിം കോർബറ്റ് കടുവ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ?
ജിം കോർബറ്റ് കടുവ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരാഖണ്ഡ്. ജിം കോർബറ്റ് കടുവ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരാഖണ്ഡ്. റുപ്പിയ എന്ന പേരിൽ നാണയം പുറത്തിറക്കിയ ഭരണാധികാരി. റുപ്പിയ എന്ന പേരിൽ നാണയം പുറത്തിറക്കിയ ഭരണാധികാരി ഷേർഷാ സൂരി. റുപ്പിയ എന്ന പേരിൽ നാണയം പുറത്തിറക്കിയ ഭരണാധികാരി ഷേർഷാ സൂരി. എൽ നിനോ എന്നറിയപ്പെടുന്ന പ്രതിഭാസം ലോകത്തിൻ്റെ ഏത് പ്രദേശത്തെയാണ് പ്രധാനമായും ബാധിക്കുന്നത്? തെക്കേ അമേരിക്ക. എൽ നിനോ എന്നറിയപ്പെടുന്ന പ്രതിഭാസം ലോകത്തിൻ്റെ ഏത് പ്രദേശത്തെയാണ് പ്രധാനമായും ബാധിക്കുന്നത്? തെക്കേ അമേരിക്ക. 1923 രചിക്കപ്പെട്ട ഭൂതരായർ എന്ന നോവലിൻ്റെ കർത്താവ് ആര്? 1923 രചിക്കപ്പെട്ട ഭൂതരായർ എന്ന നോവലിൻ്റെ കർത്താവ് ആര്? രാമവർമ്മ അപ്പൻ തമ്പുരാൻ. 1923 രചിക്കപ്പെട്ട ഭൂതരായർ എന്ന നോവലിൻ്റെ കർത്താവ് ആര്? രാമവർമ്മ അപ്പൻ തമ്പുരാൻ. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഉപഭോക്തൃ സംരക്ഷണയുടെ നിർവചനത്തിൽ ഉൾപ്പെടാത്ത സേവനങ്ങൾ. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഉപഭോക്തൃ സംരക്ഷണയുടെ നിർവചനത്തിൽ ഉൾപ്പെടാത്ത സേവനങ്ങൾ. നിസ്വാർത്ഥ സേവനങ്ങൾ. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഉപഭോക്തൃ സംരക്ഷണയുടെ നിർവചനത്തിൽ ഉൾപ്പെടുത്താത്ത സേവനങ്ങൾ. നിസ്വാർത്ഥ സേവനങ്ങൾ. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഉപഭോക്തൃ സംരക്ഷണയുടെ നിർവചനത്തിൽ ഉൾപ്പെടുത്താത്ത സേവനങ്ങൾ. നിസ്വാർത്ഥ സേവനങ്ങൾ. സ്പിരിറ്റ് ഓഫ് സാൾട്ട് എന്നറിയപ്പെടുന്ന ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. സ്പിരിറ്റ് ഓഫ് സാൾട്ട് എന്നറിയപ്പെടുന്ന ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. സ്പിരിറ്റ് ഓഫ് സാൾട്ട് എന്നറിയപ്പെടുന്ന ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. കേരളത്തിലെ ഏറ്റവും കുറവ് വനമുള്ള ജില്ല. കേരളത്തിൽ ഏറ്റവും കുറവ് വനമുള്ള ജില്ല ആലപ്പുഴ. കേരളത്തിൽ ഏറ്റവും കുറവ് വനമുള്ള ജില്ല ആലപ്പുഴ. വനമഹോത്സവം ആരംഭിച്ചത് KM മുൻഷി 1950. വനമഹോത്സവം ആരംഭിച്ചത് KM മുൻഷി 1950. വനമഹോത്സവം ആരംഭിച്ചത് KM മുൻഷി 1950. അപ്പോൾ ചോദ്യങ്ങളൊന്നുകൂടി ആവർത്തിക്കാം. ബംഗാൾ വിഭജനം റദ്ദു ചെയ്ത വർഷം 1911. ഭാരതീയ റിസർവ് ബാങ്കിനെ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് 1949. ആഫ്രോ ഏഷ്യൻ രാജ്യങ്ങൾ തമ്മിൽ ഐക്യത്തിന് വേണ്ടി സമ്മേളനം നടന്ന സ്ഥലം എവിടെ? ബന്ദൂങ്. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആര്? രാജേന്ദ്ര പ്രസാദ്. 1948 ആറ്റോമിക് എനർജി കമ്മീഷന്റെ അധ്യക്ഷൻ ആര്? ഹോമി ജെ ബാബ. ആദ്യത്തെ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയിൽ പ്രഥമ പരിഗണന ലഭിച്ചത് എന്തിനായിരുന്നു? കൃഷി. ഇന്ത്യൻ മൗലികാവകാശത്തിൽ ഉൾപ്പെടാത്തത്? സ്വത്തിനുള്ള അവകാശം. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യൻ ലോക്സഭയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് AK ഗോപാലൻ. 2013 ജനുവരി കേരളത്തിൽ പ്രതിപക്ഷ നേതാവ് ആര്? VS അച്യുതാനന്ദൻ. നർമ്മദ ബച്ചാവോ ആന്തോളൻ സമരത്തിന് നേതൃത്വം നൽകിയത് മേധാ പട്കർ. അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ സംഘടന ആംനസ്റ്റി ഇന്റർനാഷണൽ. ഏഷ്യൻ ഗെയിംസിൻ്റെ പിതാവ് ഗുരുദത്ത് സോദി. കേരളത്തിലെ പ്രഥമ മുഖ്യ വിവരാവകാശ കമ്മീഷണർ പാലാട്ട് മോഹൻദാസ്. ആധുനിക തിരുവിതാംകൂറിൻ്റെ മാഗ്ന കർട്ട എന്നറിയപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരം. കൊണാർക്കിലെ സൂര്യക്ഷേത്രം നിർമ്മിച്ച രാജാവ് നരസിംഹദേവൻ. ജിം കോർബറ്റ് കടുവ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരാഖണ്ഡ്. റുപ്പിയ എന്ന പേരിൽ നാണയം പുറത്തിറക്കിയ ഭരണാധികാരി ഷേർഷാ സൂരി. എൽ നിനോ എന്നറിയപ്പെടുന്ന പ്രതിഭാസം ലോകത്തിൻ്റെ ഏത് പ്രദേശത്തെയാണ് പ്രധാനമായും ബാധിക്കുന്നത്? തെക്കേ അമേരിക്ക. 1923 രചിക്കപ്പെട്ട ഭൂതരായർ എന്ന നോവലിൻ്റെ കർത്താവ് ആര്? രാമവർമ്മ അപ്പൻ തമ്പുരാൻ. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഉപഭോക്തൃ സംരക്ഷണയുടെ നിർവചനത്തിൽ ഉൾപ്പെടുത്താത്ത സേവനങ്ങൾ. നിസ്വാർത്ഥ സേവനങ്ങൾ. സ്പിരിറ്റ് ഓഫ് സാൾട്ട് എന്നറിയപ്പെടുന്ന ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. കേരളത്തിൽ ഏറ്റവും കുറവ് വനമുള്ള ജില്ല ആലപ്പുഴ. വനമഹോത്സവം ആരംഭിച്ചത് KM മുൻഷി 1950.